നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. മലമ്പുഴ 70 വയസ്സുവരെ ജോലി ചെയ്യാമെന്നിരിക്കെ 60 വയസ്സ് തികഞ്ഞവരോട് പിരിഞ്ഞു പോകാൻ പറയുന്ന നടപടി അവസാനിപ്പിക്കുക. 30 വർഷമായി ജോലി ചെയ്യുന്ന HR തൊഴിലാളികൾക്ക് PF, ESI സൗകര്യങ്ങൾ നടപ്പിലാക്കുക. മിനിമം വേതനമായ 755 രൂപ നടപ്പിലാക്കുകയും അരിയേഴ്സ് നൽകുകയും ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലമ്പുഴ മണ്ഡലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലമ്പുഴ ഉദ്യാനത്തിനു മുമ്പിൽ HR തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A ഷിജു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് വാസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട്, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് MC സജീവൻ, KK വേലായുധൻ, മലമ്പുഴ മണ്ഡലം സെക്രട്ടറിമാരായ നാച്ചിമുത്തു, C വിജയൻ, മലമ്പുഴ പഞ്ചായത്ത് മെമ്പർമാരായ ഹേമലത, ലീല തുടങ്ങിയവർ സംസാരിച്ചു. ശിവദാസൻ സ്വാഗതവും ഹേമലത നന്ദിയും പറഞ്ഞു. ഏതുവിധേനയും ഇത്തരം നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധം തുടങ്ങുമെന്നും നടപടിയായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ SK അനന്തകൃഷ്ണൻ പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശമാണ് ചോദിക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ 30 വർഷം പിടിച്ചിട്ട് PF, ESI ഇൻഷുറൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ അതിശയിച്ചപ്പോൾ സജീവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഏത് ലോകത്താണ് ഈ തൊഴിലാളികൾ? ഗവൺമെന്റിന്റെ അധീനതയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് വെള്ളിരിക്കപ്പെട്ടണോ? നമ്മളുടെ വ്യവസായ മേഖലയുണ്ട്, കഞ്ചിക്കോടൊക്കെ കരാർ തൊഴിലാളികൾ, ഒട്ടനവധി കരാർ തൊഴിലാളികളുണ്ട്. ആ കരാർ തൊഴിലാളികൾക്ക് ESI, PF ഇൻഷുറൻസ്, അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള വേതനമുണ്ട്. ആ കരാർ തൊഴിലാളികളാണെങ്കിൽ പോലും പക്ഷെ അത് വളരെ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന കരാറുകാരും മാനേജ്മെന്റും ആ വ്യവസായ മേഖലയിലുണ്ട്. പക്ഷെ ഇത് ഗവൺമെന്റിന്റെ അധീനത കരാറല്ലാലോ, അത് കരാർ തൊഴിലാളികളാണല്ലോ, നേരിട്ട് നടത്തുന്നതാണല്ലോ. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു സംരംഭത്തിൽ തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി തെറ്റായിട്ടുള്ള പ്രവണതകളുമായി 30 വർഷം കൊണ്ടുപോയത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഭരണകക്ഷിന്റെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ ഗൂഢതന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് മലമ്പുഴ മണ്ഡലത്തിലും അതുപോലെ തന്നെ INTUC സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ നോക്കുകുത്തിയായി എന്ത് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുക എന്നുണ്ടെങ്കിൽ അത് കണക്കുകൂട്ടൽ തെറ്റും. ഈ പറഞ്ഞ 350 തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് തൊട്ട് ഇവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ INTUC ഏറ്റെടുത്തിരിക്കുകയാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. ഏത് തരത്തിലായാലും ഇതിന്റെ അവസാനം കണ്ട് മലമ്പുഴയിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത ഒരു സമരത്തിന് ഇതുപോലെ തീപിടിപ്പിക്കാനില്ല. ഇതിനൊരു അവസാനം കണ്ട് മാത്രമേ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ തൊഴിലാളികളെ സാക്ഷി നിർത്തി പറയുന്നു ഇത് അവസാനിപ്പിക്കുകയുള്ളൂ. ഒരു തർക്കവും വേണ്ട. ശരിയല്ലേ? കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു തർക്കവും വേണ്ട. 13-ാം തീയതി നമ്മുടെ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. നിങ്ങളുടെ വിഷയം ഇന്നലെ തന്നെ നമ്മളിത് എത്തിക്കേണ്ടവർക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്ത് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ മെമ്മോറാണ്ടങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാമെന്ന് നമുക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾ ഇതിനകത്ത് ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണസാരഥ്യത്തിൽ നിരന്തര ശബ്ദമായി മാറിയ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തും ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാർക്കും എതിരെയുള്ള സമരമല്ല. എന്നോട് പല 50-60 വയസ്സിൽ താഴെയുള്ള വയസ്സാവാൻ മടിക്കുന്ന കുറെ തൊഴിലാളി സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവർക്കെതിരായിട്ടുള്ള സമരമാണ്. അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ HR തൊഴിലാളിക്കും വേണ്ടിയിട്ടുള്ള സമരമാണ്. നാളെ 60 എല്ലാവർക്കും തികയും, 70 ആവും, 100 ആവും, ചിലപ്പോൾ 110 വരെയൊക്കെ ജീവിച്ചിരിക്കുന്നത്. മരണ കാരണം എന്ന് പറയുന്നത് ഉയർന്ന ജീവിത നിലവാരവും അതുപോലെ സമ്പുഷ്ടമായ പോഷക സമൃദ്ധമായ അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് വലിയ പ്രായത്തിലൊക്കെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അറിയാലോ, നമുക്ക് ആകസ്മികമായ മരണങ്ങളുണ്ട്, അല്ലാതെ വയസ്സും പ്രായമൊക്കെ ആയി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു പോകുന്നവരുണ്ട്. ആരും ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല.
70 വയസ്സ് വരെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമസംഹിത നിങ്ങളുടെ തൊഴിൽ സംരക്ഷണമേകുന്നുണ്ട്. അതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരുടെയും വേജസ് കുറയ്ക്കുന്നതിനോ ഒരാളുടെ ഒരു ദിവസത്തെ തൊഴിൽ ദിനം മരവിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ സമരം. എല്ലാവർക്കും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ആവശ്യമാണ്, അല്ലേ? നമുക്കും വേണം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ അനിയന്മാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും വേണ്ടേ തൊഴിൽ ദിനങ്ങൾ കൂടുതൽ വേണ്ടേ? എല്ലാവർക്കും തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കണം. എല്ലാവരും നിങ്ങളെ പോലെ അല്ല. അവരൊക്കെ സത്യത്തിൽ ഈ ജോലിക്ക് വരുന്നത് അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി. മലമ്പുഴ ഡാമിലെ ജോലി പറഞ്ഞ് കല്യാണം കഴിച്ച ആളുണ്ട്, എനിക്കറിയാവുന്ന. ഞാൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവന് ജോലിയുണ്ട്, ഒരു 4-5 വർഷത്തിനുള്ളിൽ പെർമനന്റ് ആവുമെന്ന് പറഞ്ഞ ആളാണ്. എത്ര വർഷമായിരുന്നു? 20 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. ഈ 30 വർഷമായിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഇതുപോലൊരു തൊഴിലാളി എനിക്ക് തോന്നുന്നു വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഉണ്ടാവില്ല തോന്നുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. ദക്ഷിണേന്ത്യ ഇവിടേക്ക് വരുന്നത് എന്ത് കാണാനാണ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡാമിൻ്റെ റിസർവെയർ കാണാനാണ് ആളുകൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്നും കാണാനില്ല. ആ ഒരു വെയിൽ കൊണ്ട് കുടിക്കാൻ കുടിവെള്ളം പോലും വെക്കാത്ത ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3. സേവനത്തിൻ്റെ 27ാം വർഷം.